മമ്മൂക്കയ്ക്ക് ഞാനൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചു. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുമില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയാൻ പോകുന്നത്. മമ്മൂക്ക ഞാൻ എത്ര നന്ദി പറഞ്ഞാലും കണ്ണ് നിറഞ്ഞാലും ആ കാലി പിടിച്ച് കരഞ്ഞാലും മമ്മൂക്കനോട് നന്ദി എനിക്ക് തീരത്തില്ല. ഇപ്പം മമ്മൂക്ക വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ്, ഞാൻ അവനൊന്നും ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് അവൻ എനിക്ക് നന്ദി പറയുന്നത് എന്ന് മമ്മൂക്ക ആലോചിക്കുന്നുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഈ നിമിഷം സിനിമ ഫീൽഡിൽ ഇന്നവരെ എന്നോട് ഒരേ ഒരു കാര്യം ചോദിച്ച ആള് മമ്മൂക്കയാണ്. അതെന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൈലോക്കിൻ്റെ സെറ്റിൽ വന്നപ്പോൾ മമ്മൂക്ക എന്നോട് ചോദിച്ചു, ഇവനെ നിനക്ക് കാല് നിനക്കിത് ശരിയാക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ, ഇത് നിനക്ക് ശരിയാക്കിക്കൂടെ, ശരിയാക്കിയാൽ ഇനിയും നിനക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാമല്ലോ എന്ന് എന്നോട് ചോദിച്ച ആളാണ് മമ്മൂക്ക. മമ്മൂക്ക എല്ലാവരും സൗന്ദര്യവും രഹസ്യവും അതൊക്കെ ചോദിക്കുമ്പോൾ മമ്മൂക്കയുടെ സൗന്ദര്യത്തിൽ ഇത്രേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഹൃദയം അത്ര നല്ലതാണ്. ഇത് പറയുമ്പോൾ എനിക്ക് തൊണ്ടയിടുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് എന്തുമാത്രം എംപതി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുഞ്ഞിലെ ആദ്യം കാണുന്ന സിനിമ വാത്സല്യമാണ്. അതിലെ മേലെടുത്തരാവുന്ന നേരെ നമ്മളിങ്ങനെ സ്ക്രീനിൽ നോക്കി നിന്ന് ആ മനുഷ്യൻ എന്നോട് കുറേ നാൾ കഴിയുമ്പോൾ ഒരു പടത്തിൽ ഞാൻ കൂടെ അഭിനയിക്കുകയാണ്. അവരുടെയൊക്കെ ഒരു സിനിമ പോസ്റ്റർ ഉണ്ടായ മതിലിൽ നമ്മുടെ ഒരു പോസ്റ്റർ വന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ തുള്ളിച്ചാടിയവരാണ് ഞാൻ വിഷ്ണുവൊക്കെ അങ്ങനെയാണ്. ഇവരുടെയൊക്കെ ഗണമല്ല, ഇവരുടെ പാതയിലേ അല്ല. സിനിമ ഇതാണെങ്കിൽ ഞങ്ങൾ വേറെ വഴി വെട്ടിപ്പോയി ഒരു ചെറിയ ചാല് വെച്ച് പോണവരാ ഞാൻ വിഷ്ണുവൊക്കെ. അവിടെ പുള്ളിനെ പോലെ ആളെ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. കാരണം എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അവരൊക്കെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ. പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാര്, പെങ്ങന്മാരൊക്കെ, അവരൊക്കെ ആയിരിക്കും എന്നെ കെയർ ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് അല്ലാതെ നമ്മൾ ഒരുപാട് ചില നല്ല മനസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കയെ പോലെ ആളെ ചോദിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാനപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക നിങ്ങൾ പടച്ചോന്റെ മനസ്സുള്ള ആളാണ്, ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു. അത് ഞാനൊരു സ്ഥലത്ത് ഇട്ടില്ല, പോസ്റ്റും ചെയ്തില്ല, സ്റ്റാറ്റസും ആക്കിയിട്ടില്ല, ഒന്നും ചെയ്തില്ല. അത് ഇവിടെ പറയുന്നത്. മമ്മൂക്കയുടെ ചോദ്യത്തിന് എന്താ മറുപടി കൊടുത്തേ? ഞാൻ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അതിൻ്റെ ഒരു വേറൊരു വേർഷനുണ്ട്. ഇനി ഇതിപ്പോൾ ഓരോ കാലഘട്ടത്തിൽ സയൻസ് അപ്ഡേഷനും വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു 5 കൊല്ലത്തിൻ്റെ ഇടയിൽ ടക്കെന്നും പറഞ്ഞിട്ട് ഓക്കെ പോളിയോ വന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് സംഭവം ശരിയാവുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാവുന്ന കാര്യത്തിലേക്ക് ഇത് വരും. അതാണ് എൻ്റെ പോസിറ്റീവ് മൈൻഡ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, ഇതിനോട് നമ്മൾ കുഞ്ഞിലെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഒരു 15 വയസ്സിനോട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇനിയുള്ള കാലത്ത് ഇതോടുകൂടി പ്രേക്ഷകർ എന്നെ സ്വീകരിക്കണം. ഈ പറയുന്ന ഇപ്പൊ ഒരു 3 പടം ഹീറോ പടം ചെയ്തു, ഇനിയും ഹീറോ പടങ്ങൾ കുറെ വന്നു കിടപ്പുണ്ട്. ചെയ്ത് എൻ്റെ എന്തൊക്കെയാണോ അതോടുകൂടി എന്നെ സ്വീകരിക്കണം. എന്നെ സ്വീകരിച്ചാൽ മാത്രം പോരാ, എന്നെ പോലെയുള്ള ലോകത്തെ എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള മനസ്സിലേക്ക് എല്ലാവരും വരണം.